ഇന്ന് വൈകുന്നേരം മുതൽ ചെറിയൊരു വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ചിട്ടോ. എത്രമാത്രം സക്സസ് ആവും എന്നുള്ള അറിയില്ല. എന്തായാലും എനിക്ക് കുറച്ച് പടികളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ കാണിച്ചു കൊണ്ട് ചെറിയ വ്ളോഗ് ഒരു ഓർമ്മയിൽ കിടക്കട്ടെ എന്ന് വിചാരിച്ചു. ഇന്ന് ഫെബ്രുവരി 14 വാലൻറ്റൈൻസ് ഡേ ആണ് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ ഒരു ദിവസം കഴിഞ്ഞു തുടങ്ങുകയാണ്, വൈകുന്നേരമായി തുടങ്ങി കേട്ടോ. അപ്പം ഇത് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുക. ഇത് നമ്മുടെ പൊട്ടൻകുട്ടനാണ്, പൂച്ചയാട്ടോ. ഇതേപോലെ മൂന്നാളുണ്ട്. ആ മൂന്നാളുടെ രണ്ടാളുകൾ ഇവിടുന്ന് പോയതായിരുന്നു. ആ രണ്ടാളും തിരിച്ച് വന്നിട്ടുണ്ട്. അതിൽ ഒന്ന് ഇതാണ്, ഒന്ന് ഇതാ ചവിട്ടിയിൽ കിടക്കുന്നുണ്ട് കേട്ടോ. അതൊക്കെ ഭയങ്കര ഡിമാൻഡാണ്. തിരിച്ച് വന്നപ്പോൾ ഭയങ്കര ഡിമാൻഡാണ്. പക്ഷേ പൊട്ടക്കുട്ട നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ പുറമേ പോയപ്പോൾ ഞാനിങ്ങനെ ഉള്ളോട്ട് വിളിക്കുകയാണ്. പക്ഷേ ഞാൻ പറഞ്ഞില്ലേ, നമ്മളെ കൂടെ അല്ലായിരുന്നു കുറേ കാലം. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് നമ്മളെ വലിയ പരിചയമില്ല. പക്ഷെ എന്നാൽ പരിചയക്കേടുമില്ല. അങ്ങനെയാട്ടോ, വിളിച്ചാലൊന്നും വരില്ല. പക്ഷെ അങ്ങനെയല്ല, മറ്റോ വിളിച്ചാലൊക്കെ വരും കേട്ടോ. അപ്പോൾ ഓനവിടെ ഇരുത്തി. നമുക്ക് കുറച്ച് പണികളുണ്ട്. അടിച്ച് തരിക, തുടയ്ക്കുക, കുറച്ച് പണി. തുടയ്ക്കലില്ല, അടിച്ചു തരല്. ഇന്ന് ഈ ദിവസം ഞാൻ മൂന്നാമത്തെ തവണയായിട്ട് അടിച്ചു തരണേ. ഈ ചണ്ടി പേപ്പർ വെട്ടിടുക, ഈ പരിപാടികളെ കൊണ്ട് ഫുള്ള് ചണ്ടി കേട്ടോ. പേപ്പർ പീസ് മാത്രമേ ഉണ്ടാവുള്ളൂ, വേറെ അങ്ങനെ വേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല. ഫുൾ പേപ്പർ കവറ് അതൊക്കെ കത്രിക വെക്കുക, വെട്ടുക, ഒട്ടിക്കുക, ഇതൊക്കെയാണ് മെയിൻ പരിപാടി. അപ്പം ഞാൻ എന്ത് ചെയ്യുക, വേറെ നമ്മൾ യൂസ് ചെയ്യാത്ത റൂമുണ്ട്. ആ റൂമിനകത്ത് ഒരു പാത്രം വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഈ പേപ്പേഴ്സൊക്കെ അതിൽ വാരിയിടും. എന്നിട്ട് അവസാനം കൊണ്ടുപോയിട്ട് വിറക് കത്തിക്കുമ്പോൾ അതിൻ്റെ ഉരുട്ടങ്ങ് കത്തിക്കും. പിന്നെ നമ്മളെ റൂമിൽ സെപ്പറേറ്റ് നമ്മൾ യൂസ് ചെയ്യാത്ത ഒരു റൂമിൽ 2 ഊഞ്ഞാൽ കെട്ടിയിട്ടുണ്ട് കേട്ടോ. എൻ്റെ അനിയത്തി ചോദിക്കേണ്ടിയിരുന്നു, ഇത്രയും ഉയരത്തിൽ ഈ എങ്ങനെയാണ് ഊഞ്ഞാൽ കിട്ടിയതുള്ളത്. നമുക്ക് വേണം തോന്നിയാൽ അത് നടക്കുമല്ലോ അങ്ങനെ. പിന്നെ അതാ കിങ്ങിണി ചെറുപ്പകാലത്ത് ഇട്ടിരുന്ന ഒരു ഡ്രസ്സാട്ടത്. അത് അലമാരയിൽ എടുത്തു കൊണ്ടുവന്നതാണ്. അത് കഴിഞ്ഞ് എനിക്ക് കുറച്ച് അലക്കിയതൊക്കെ മടക്കി വെക്കാണ്ടായിരുന്നു. 2 മുണ്ട ആദ്യം ഞാൻ എടുത്താണ് മടക്കി വെച്ചിട്ടു. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ബാക്കിയുള്ളതൊക്കെ ഒന്നായിട്ട് എടുത്തുകൊണ്ട് പോവുക ചെയ്യുക. ഞാനൊരു ബാഗ് ഷൂ ഒക്കെ വിരുമ്പിയിട്ടിട്ടൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ അത് ഇപ്പം തന്നെ മടക്കി വെച്ചില്ലെങ്കിൽ പിന്നെ ഞാനത് മറന്നു പോകും. പിന്നെ അങ്ങനെ കൂടി കിടക്കാൻ ഞാൻ സമ്മതിക്കില്ല. പക്ഷെ മറന്നു പോയാലോ വെച്ചിട്ടാട്ടോ. പിന്നെ തലയിൽ കെട്ടുന്ന കുറേ തുണികളും ബാഗും ഒക്കെ ഒന്ന് മാറ്റി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചിക്കാനൊക്കെ ഉണ്ടായിരുന്നു. ഇത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് അടുക്കളയിൽ പോകാൻ വേണ്ടിയിട്ട്. അടുക്കളയിൽ കാര്യമായിട്ട് പരിപാടിയൊന്നുമില്ല. രാവിലത്തെ ചോറുണ്ട്, അപ്പോൾ അതൊന്ന് തിളപ്പിക്കണം. എൻ്റെ സാരഥി കേട്ടത് ഞാൻ മുന്നിൽ പോണത് എങ്ങോട്ട് പോയാലും പിന്നാലെ വരും കേട്ടോ. അപ്പോൾ അടുപ്പിൽ വെക്കാൻ വിചാരിച്ചു. കുറച്ച് വിറകൊക്കെ ഉണ്ടായപ്പോൾ വെണ്ണീരൊക്കെ വാരിയിട്ട് അടുപ്പിൽ വെക്കാൻ വെച്ചു. പിന്നെ കുറച്ച് തോർത്തൊക്കെ ഒന്ന് പുഴുങ്ങി തിരുമ്പാനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതും അടുപ്പിൽ തന്നെ അങ്ങ് വെച്ചാൽ പിന്നെ സെറ്റായല്ലോ. അപ്പോൾ ആ അടുപ്പ് കത്തിക്കുന്നതിന് മുന്നേ ഞാൻ ചായക്കൊക്കെ വെള്ളം വെച്ചു. പിന്നെ അത് ആ 2 അടുപ്പ് അപ്പുറം ഇപ്പുറം അടുപ്പ് കത്തിച്ചു. ഒരടുപ്പിൽ ചോറും ഒരടുപ്പിൽ 2-3-4 തോർത്തും ഉണ്ടായിരുന്നു. അതൊക്കെ നല്ലോണം പിഴിയാൻ വേണ്ടിയിട്ടൊക്കെ വെച്ചതാട്ടോ. അപ്പോൾ അമ്മയ്ക്ക് ബ്രെഡ് ഓംലെറ്റ്, അങ്ങനെ ബ്രെഡ് പൊരിച്ചത് അത് വേണമെന്നാണ്. അങ്ങനെ അത് മിക്സൊക്കെ ആക്കി ഞാനും കൂടെ കൂടിയിട്ടാണ് പൊരിച്ചത്. അതിൻ്റെ ഇടയിൽ കിങ്ങിണി ഉണ്ടായിരുന്നു കേട്ടോ പൊരിക്കാനും മറിച്ചിടാനൊക്കെ. എന്ന് വെച്ചാൽ ഓയിലിലാണ് പൊരിക്കുക. അപ്പോൾ അത് മേലേക്ക് ഇങ്ങനെ ബ്രെഡ് ഇടുമ്പോൾ മേലേക്ക് വീണാലോ എന്നൊരു പേടി ഇടുക്കി. അങ്ങനെ എന്തായാലും 2 മതി എന്ന് പറഞ്ഞാൽ 2 പൊരിച്ചെടുത്ത്. കിങ്ങിണിക്ക് വേണ്ടാന്ന് ആദ്യം പറഞ്ഞിനി. പക്ഷെ അമ്മണി തിന്ന് കഴിഞ്ഞപ്പോൾ കിങ്ങിണിക്കും വേണമെന്നായി. അവസാനം ഞാനും കിങ്ങിണിയും കൂടെ വെറും ബ്രെഡ് ചായയിൽ മുക്കി ഇങ്ങനെ തിന്നു. പനിയൊക്കെ ഉള്ളപ്പോൾ ഇങ്ങനെ തിന്നാൻ തോന്നും. അപ്പോൾ ഒരു പൂച്ച കേട്ടോ. നേരത്തെ കണ്ടത് വേറെ പൂച്ചയാണ്, ഇപ്പോൾ കണ്ടത് വേറെ പൂച്ചയാണ് കേട്ടോ. അത് കഴിഞ്ഞ് ഞാൻ തോർത്തൊക്കെ തിരുമ്പേണ്ടിയിരുന്നു. ഇന്നത്തെ ഒരു ദിവസം ഇങ്ങനെ അല്ല ജില്ലയായിട്ട് പോയിട്ടോ. വൈകുന്നേരം ഒരു 7 മണിയൊക്കെ ആയപ്പോൾ കിങ്ങിണീനെ പഠിപ്പിക്കാനും പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് വേറെ അംഗമായിരുന്നു. അതൊന്നും ഞാൻ വ്ളോഗ് എടുത്തിട്ടില്ല കേട്ടോ.